കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉടൻ തന്നെ ലിബറൽ പാർട്ടി നേതാവ് സ്ഥാനം രാജിവെക്കുമെന്ന് US ബ്രോഡ്കാസ്റ്റർ ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ ട്രൂഡോയുടെ രാജി സംബന്ധിച്ച് നിരവധി ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രൂഡോയുടെ മന്ത്രിസഭയിൽ നിന്നും തന്നെ ക്രിസ്റ്റ്യ ഫ്രീലാൻഡ് തന്റെ ധനമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് ശേഷം ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് മേലുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയും സമ്മർദ്ദവും ശക്തമാവുകയായിരുന്നു. ഈ ആഴ്ച തന്നെ തന്റെ തീരുമാനം പ്രഖ്യാപിച്ചേക്കുമെന്ന് ട്രൂഡോയുടെ ഭരണത്തിൽ നിന്നുള്ള ചില സോഴ്സുകൾ വ്യക്തമാക്കിയതായി മെയിൽ ആൻഡ് ഗ്ലോബ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ടി നേതൃസ്ഥാനത്ത് നിന്ന് ട്രൂഡോ രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആവർത്തിക്കുന്ന ആഹ്വാനങ്ങൾക്കിടയിൽ ലിബറൽ പാർട്ടിയുടെ നിയമനിർമ്മാതാക്കൾ ഈ ബുധനാഴ്ച കോക്കസ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കനേഡിയൻ പ്രധാനമന്ത്രി എന്ന സ്ഥാനം ട്രൂഡോ രാജിവെക്കുമോ എന്ന കാര്യത്തിൽ സൂചനകൾ വരുന്നുണ്ടെങ്കിലും ഇതുവരെ വ്യക്തതയില്ല. പക്ഷേ പാർട്ടി നേതാവ് എന്ന നിലയിൽ അദ്ദേഹം രാജിവെച്ചത് അടുത്ത പാർട്ടി നേതാവ് പ്രധാനമന്ത്രിയാകുന്നതിനൊപ്പം തന്നെ ഒരു ഉന്നത സ്ഥാനത്തേക്കുള്ള മത്സരത്തിന് കൂടെ കാരണമാകും. ട്രൂഡോയുടെ ധനമന്ത്രിയായ ക്രിസ്റ്റ്യ ഫ്രീലാൻഡ് സ്ഥാനം രാജിവെച്ചതു മുതൽ ട്രൂഡോയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാവുകയാണ്. ഒരു പൊതുകത്തിൽ ട്രൂഡോയെ വിമർശിച്ചുകൊണ്ട് ഫ്രീലാൻഡ് അപ്രതീക്ഷിതമായി രാജിവെക്കുകയായിരുന്നു. നിലവിൽ ട്രൂഡോയുടെ രാജി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും എന്താണ് രാജിക്ക് വഴിത്തിരിവായ കാരണങ്ങളെന്ന് നോക്കാം. 2015 ട്രൂഡോ അധികാരത്തിലെത്തുന്നത്. 2019 2021 രണ്ട് ബാലറ്റ് ബോക്സ് വിജയങ്ങളിലേക്ക് ലിബറലുകളെ നയിച്ചു. എന്നാൽ നിലവിൽ ട്രൂഡോ തന്റെ മുഖ്യ എതിരാളിയായ കൺസർവേറ്റീവ് പിയറി പെയ്ലിയവറെ 20 പോയിന്റുകൾക്ക് പിന്നിലാക്കി. എന്നാൽ ജസ്റ്റിൻ ട്രൂഡോയുടെ പുറത്താക്കൽ സാധ്യതയുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ഒക്ടോബർ അവസാനത്തോടെ നടക്കേണ്ട അടുത്ത തിരഞ്ഞെടുപ്പിൽ ട്രൂഡോയുടെ പാർട്ടി പ്രതിപക്ഷമായ കൺസർവേറ്റീവിനോട് കനത്ത തോൽവി ഏറ്റുവാങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് നിലവിലെ സർവേകൾ വ്യക്തമാക്കുന്നത്. കാനഡയിൽ നിലവിൽ പ്രവർത്തനരഹിതമായ STC അല്ലെങ്കിൽ സുസ്ഥിര വികസന സാങ്കേതിക കാനഡ ഉൾപ്പെടുന്ന ഒരു വലിയ അഴിമതിക്കുള്ളിൽ ട്രൂഡോയുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു. $1 ബില്യണിലധികം ഗ്രീൻ സ്ലഷ് ഫണ്ട് കഴിഞ്ഞ വർഷം ആദ്യം ഓഡിറ്റർ ജനറലിലുള്ള താൽപര്യ പൊതുവൈരുദ്ധ്യത്തിന്റെ ചില സന്ദർഭങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ഇത് അടച്ചുപൂട്ടുകയായിരുന്നു. അർഹതയില്ലാത്ത സ്വീകർത്താക്കൾക്കും ഗ്രീൻ ടെക്നോളജിയുമായി ബന്ധമില്ലാത്ത പദ്ധതികൾക്കുമായി ദശലക്ഷക്കണക്കിന് ഡോളർ നൽകിയെന്ന ആരോപണമാണ് പിന്നീട് ഉയർന്നു വന്നത്. കൂടാതെ ഇന്ത്യക്കെതിരെ ഉയർന്നു വന്ന സമീപകാല ആരോപണങ്ങൾ കൂടെ ഈ അഴിമതിയിൽ നിന്ന് കാനഡക്കാരെ വ്യതിചലിപ്പിക്കാനുള്ള ശ്രമമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിമർശകർ. ട്രൂഡോ തന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ മാസങ്ങളായി രാജിവെക്കണമെന്ന സമ്മർദ്ദത്തിലായിരുന്നു. താനും പ്രധാനമന്ത്രിയും നയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാണെന്ന ഒരു കത്തിൽ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ധനമന്ത്രി ക്രിസ്റ്റ്യ ഫ്രീലാൻഡ് ഡിസംബർ 16 സ്ഥാനമൊഴിഞ്ഞതിനു ശേഷം അത് പിന്നീട് കൂടുതൽ തീവ്രമായി. ഫ്രീലാൻഡിന്റെ രാജിക്ക് ശേഷം ട്രൂഡോയുടെ ഏറ്റവും അടുത്ത ഉപദേശകരിൽ ചിലർ ട്രൂഡോയ്ക്ക് രാഷ്ട്രീയ വീഴ്ചയെ അതിജീവിക്കാൻ കഴിയില്ലെന്ന നിലപാട് പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിരുന്നു. പാർലമെന്റിലെ 20ലധികം ലിബറൽ അംഗങ്ങൾ കൂടെ ട്രൂഡോയുടെ രാജിവെക്കണമെന്ന് പരസ്യമായി ആവർത്തിച്ചു. കൂടുതൽ പേർ സ്വകാര്യ യോഗങ്ങളിൽ പ്രധാനമന്ത്രിക്ക് പോകുകയല്ലാതെ മറ്റ് മാർഗമില്ലെന്നും തുറന്നടിച്ചു. കഴിഞ്ഞ നവംബറിൽ ഒരു വ്യാപാര യുദ്ധത്തിൽ തന്റെ പേര് വന്നതോടുകൂടി ഈ കേസിൽ നിന്ന് അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ട്രംപിനെ അദ്ദേഹത്തിന്റെ മാർ-എ-ലാഗോ എസ്റ്റേറ്റിൽ കാണാൻ ട്രൂഡോ ഫ്ലോറിഡയിലേക്ക് പോയിരുന്നു. എന്നാൽ അതിനുശേഷം നിയുക്ത പ്രസിഡന്റ് ട്രൂഡോയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിലടക്കം അപമാനകരമായ ചില കമന്റുകളാണ് കുറിച്ചത്. കൂടാതെ അദ്ദേഹത്തെ കാനഡയുടെ ഗവർണർ എന്ന് ആവർത്തിച്ച് വിളിക്കുകയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ വടക്കൻ അയൽക്കാരൻ 51ാമത്തെ US സംസ്ഥാനമാകുന്നത് ഒരു മഹത്തായ ആശയമാണെന്നും ചില ആളുകൾ തുറന്നടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2015 ട്രൂഡോ ലിബറലുകളെ അധികാരത്തിലെത്തിച്ചത് സ്ത്രീകളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പുരോഗമന അജണ്ടയും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പോരാടുമെന്ന് വാഗ്ദാനത്തിലൂടെയായിരുന്നു. എന്നാൽ ഭരണത്തിൽ കയറിയതു മുതൽ ചില ദൈനംദിന യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടികളായി മാറി. പല പ്രാദേശിക നേതാക്കളെ പോലെ പാൻഡമിക്കിന്റെ ചില പ്രത്യാഘാതങ്ങൾ കൈകാര്യം ചെയ്യാൻ മാത്രമായാണ് അദ്ദേഹത്തിന്റെ സമയത്തിന്റെ ഭൂരിഭാഗവും ചിലവഴിച്ചത്. ട്രൂഡോയുടെ ഖലിസ്ഥാനി വോട്ട് ബാങ്കിൽ നിന്ന് രാഷ്ട്രീയ പിന്തുണ ഉറപ്പാക്കാൻ ഇന്ത്യക്കെതിരായ ആരോപണങ്ങൾ മുതലെടുത്തതായി
ട്രൂഡോ ആരോപിച്ചിരുന്നു. എന്നാൽ ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധികൾക്കും അഴിമതി ആരോപണങ്ങൾക്കുമിടയിൽ ഉന്നയിക്കപ്പെട്ട അവകാശവാദങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണെന്ന് ഒന്നടക്കം വിമർശകർ വാദിച്ചു. പല കനേഡിയന്മാരും അവയെ സംശയത്തോടെ വീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇതും ട്രൂഡോയുടെ രാജിക്കുള്ള ഒരു പ്രധാന കാരണമായി മാറി. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു പകരം ട്രൂഡോയും ലിബറലുകളും ആഭ്യന്തര സംഘടനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. ഇതോടെയാണ് ട്രൂഡോ രാജിവെക്കണമെന്ന ആവശ്യം ഉയർന്നത്. കാനഡക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനു പകരം പാർട്ടി സ്വയം പോരാടുന്നതായാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്.